അപ്പോൾ നമ്മൾ LGS PYQയിലൂടെ പഠിക്കുന്ന ഒരു ക്ലാസ്സാണ് ഇന്ന് സ്റ്റാർട്ട് ചെയ്യുന്നത്. അതിൽ ഫസ്റ്റ് ക്വസ്റ്റ്യൻ നമുക്ക് നോക്കാം. ദക്ഷിണ റെയിൽവേയുടെ ആസ്ഥാനം എവിടെയാണ് എന്നുള്ളതാണ് ഫസ്റ്റ് ക്വസ്റ്റ്യൻ. ഓപ്ഷൻസ്: ബാംഗ്ലൂരു, ഷോർണൂർ, മധുര, ചെന്നൈ. ദക്ഷിണ റെയിൽവേയുടെ ആസ്ഥാനം എവിടെയാണ്? ദക്ഷിണ റെയിൽവേയുടെ ആസ്ഥാനം വരുന്നത് ഡി, ചെന്നൈ ആണ്. ഓക്കെ, ദക്ഷിണ റെയിൽവേയുടെ ആസ്ഥാനം എവിടെയാണ്? ചെന്നൈ. അടുത്ത ക്വസ്റ്റ്യൻ: പുതുച്ചേരി കേന്ദ്രഭരണ പ്രദേശത്തിൻ്റെ ഭാഗമായ കേരളത്തിലെ സ്ഥലം. അതായത് ഒരു സ്ഥലം, താഴെ തന്നിരിക്കുന്ന ഒരു സ്ഥലം കേന്ദ്രഭരണ പ്രദേശത്തിൻ്റെ ഭാഗമാണ്. വടകരയോ തലശ്ശേരിയോ പയ്യന്നൂരോ ഒന്നും കേന്ദ്രഭരണ പ്രദേശത്തിൻ്റെ ഭാഗമല്ല. പക്ഷേ മാഹി കേന്ദ്രഭരണ പ്രദേശത്തിൻ്റെ ഭാഗമാണ്, പുതുച്ചേരിയുടെ ഭാഗമാണ്. ഓക്കെ. ചുവന്ന നദി എന്നറിയപ്പെടുന്ന ഇന്ത്യൻ നദി ഏതാണ്? ചുവന്ന നദി എന്നറിയപ്പെടുന്നത് ബ്രഹ്മപുത്രയാണ്. ചുവന്ന നദി ബ്രഹ്മപുത്ര. ഭാരതത്തിൻ്റെ ദേശീയ നദിയായി ഗംഗയെ പ്രഖ്യാപിച്ച വർഷം എന്നാണ് അടുത്ത ക്വസ്റ്റ്യൻ. ഓപ്ഷൻ എ 2006 നവംബർ, 2004 നവംബർ, 2008 നവംബർ, 2007 നവംബർ. ആൻസർ വരുന്നത് 2008 നവംബറാണ്. ഇതിൻ്റെ കൂട്ടത്തിൽ തന്നെ നിങ്ങൾക്ക് ചെയ്തു പോകാവുന്നതാണ്. അപ്പോൾ ഒരു 3 സെക്കൻഡ് ഞാൻ പൗസ് ചെയ്യാം. ആ ഒരു ടൈമിൽ നിങ്ങൾക്ക് ഉത്തരം ചെയ്തു പോകാം. സിമ്പിൾ ക്വസ്റ്റ്യൻസ് ആണ് വരുന്നത്. 2018 LGSയിലെ ക്വസ്റ്റ്യൻസ് ആണ്. കൊല്ലം LGS. ഓക്കെ. അപ്പോൾ ഇന്ത്യയിലൂടെ കടന്നു പോകുന്ന പ്രധാന അക്ഷാംശ രേഖ ഏതാണ്? ഉത്തരായന രേഖ, ദക്ഷിണായന രേഖ, ഭൂമധ്യ രേഖ, ഇവയൊന്നുമല്ല. ഏതാണ്? ഇന്ത്യ എന്ന് പറയുന്നത് നമ്മൾ ഗ്ലോബിൽ നോക്കുവാണെങ്കിൽ എവിടെയായിട്ടാണ് വരുന്നത്? നോർത്തേൺ ഹെമിസ്ഫിയറിലല്ല ഇന്ത്യ വരുന്നത്. നോർത്തേൺ ഹെമിസ്ഫിയറിലാണ് ഇന്ത്യ മുഴുവനായിട്ട് വരുന്നത്. അപ്പോൾ അതുകൊണ്ട് തന്നെ ഭൂമധ്യരേഖ വരത്തില്ല. ഭൂമധ്യരേഖയുടെ വടക്കായിട്ടാണ് ഇന്ത്യ ഉള്ളത്. ദക്ഷിണായന രേഖ ഒരിക്കലും വരില്ല. അത് ഭൂമധ്യരേഖയുടെ തെക്കാണ്. അപ്പോൾ കറക്റ്റ് ആൻസർ ഏതാണ്? ഉത്തരായന രേഖയാണ്. ഓക്കെ. അടുത്തത്: ഭ്രംശ താഴ്വരയിലൂടെ ഒഴുകുന്ന ഏക നദി ഏതാണ്? അടുത്ത ക്വസ്റ്റ്യനാണ്. അടുത്ത ക്വസ്റ്റ്യൻ: ഭ്രംശ താഴ്വരയിലൂടെ ഒഴുകുന്ന ഇന്ത്യയിലെ ഏക നദി ഏതാണെന്നുള്ളതാണ്. ആൻസർ വരുന്നത് നർമ്മദയാണ്. അല്ലേ? ഭ്രംശ താഴ്വരയിലൂടെ ഒഴുകുന്ന നദിയാണ് നർമ്മദ. ഏറ്റവും കൂടുതൽ കരിമ്പ് ഉൽപ്പാദിപ്പിക്കുന്ന ഇന്ത്യൻ സംസ്ഥാനം ഏതാണ്? കരിമ്പ് ഏറ്റവും കൂടുതൽ ഉൽപ്പാദിപ്പിക്കുന്നത് ഉത്തർപ്രദേശാണ്. മധ്യപ്രദേശിലെ പന്ന ഖനികൾ എന്തിൻ്റെ ഉൽപ്പാദനത്തിനാണ് പ്രസിദ്ധം? വജ്രം, കൽക്കരി, ഗ്രാഫൈറ്റ്, ബോക്സൈറ്റ്. ഏതാണ് ഉത്തരം വരുന്നത്? വജ്രമാണ് വരുന്നത് കേട്ടോ. മധ്യപ്രദേശിലെ പന്ന ഖനികൾ വജ്രത്തിൻ്റെ ഉൽപ്പാദനത്തിന് പ്രസിദ്ധമാണ്. അപ്പോൾ അടുത്തതിലോട്ട് പോകാം നമുക്ക്. ഒരു ധാതു അധിഷ്ഠിത വ്യവസായത്തിന് ഉദാഹരണം ഏതാണെന്നുള്ളതാണ് അടുത്ത ക്വസ്റ്റ്യൻ. ചണം, രാസവളം, പഞ്ചസാര, കടലാസ്. ഇതിൽ നമ്മുടെ ചണവും പഞ്ചസാരയും ഒക്കെ എന്താ വരുന്നത്? നമ്മുടെ ഒരു കാർഷിക അധിഷ്ഠിത രീതിയിലല്ലേ വരുന്നത്. അത് കൃഷിയുമായിട്ട് ബന്ധപ്പെട്ടാണ് വരുന്നത് അല്ലേ? അത് രാസവളം എന്ന് പറയുന്നത് പക്ഷേ ധാതു അധിഷ്ഠിതം, മിനറൽ അധിഷ്ഠിതമായിട്ടാണ് വരുന്നത്. ഇപ്പോൾ രാസവളമാണ് ആൻസർ വരുന്നത്. ഗാന്ധിജിയുടെ രാഷ്ട്രീയ ഗുരു ആരാണ് എന്നുള്ളതാണ് അടുത്ത ചോദ്യം. ഇതിൻ്റെ ആൻസർ എന്ന് പറയുന്നത് ഗോപാലകൃഷ്ണ ഗോഖലെയാണ്. ഗാന്ധിജിയുടെ രാഷ്ട്രീയ ഗുരുവാണ് ഗോപാലകൃഷ്ണ ഗോഖലെ. ക്വിറ്റ് ഇന്ത്യ പ്രമേയം പാസ്സാക്കിയ കോൺഗ്രസ് സമ്മേളനം? ലാഹോർ, സൂററ്റ്, കൊൽക്കത്ത, മുംബൈ. അതിൻ്റെ ആൻസർ ഏതാണ്? ക്വിറ്റ് ഇന്ത്യ പ്രമേയം പാസ്സാക്കിയത് മുംബൈ സമ്മേളനത്തിലാണ്. അഖിലേന്ത്യ മുസ്ലിം ലീഗ് രൂപവൽക്കരിച്ചത് എവിടെ വെച്ചാണ്? അഖിലേന്ത്യ മുസ്ലിം ലീഗ് രൂപവൽക്കരിച്ചത് എവിടെ വെച്ചാണ്? അതിൻ്റെ ആൻസർ വരുന്നതെന്ന് പറഞ്ഞാൽ ധാക്കയാണ്. അഖിലേന്ത്യ മുസ്ലിം ലീഗ് രൂപവൽക്കരിച്ചത് ധാക്കയിൽ വെച്ചാണ്. ബർദോളി സത്യാഗ്രഹത്തിൻ്റെ നായകൻ? അത് നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാവുന്നതാവുമെന്ന് ഞാൻ വിശ്വസിക്കുന്നു. സർദാർ വല്ലഭായ് പട്ടേലാണ് ബർദോളി സത്യാഗ്രഹത്തിൻ്റെ നായകൻ. ബാലഗംഗാധർ തിലക് മറാത്തി ഭാഷയിൽ ആരംഭിച്ച പത്രം ഏതാണ്? യങ് ഇന്ത്യ, മറാത്ത, ഇന്ത്യൻ ഒപ്പീനിയൻ, കേസരി. ആൻസർ വരുന്നത് കേസരിയാണ്. അടുത്തത്: ഗദ്ദർ പാർട്ടി രൂപീകരിച്ചത് ആരുടെ നേതൃത്വത്തിലാണ്? ഒന്ന് വായിച്ചു നോക്കിയിട്ടൊന്ന് ആൻസർ ചെയ്യാൻ നോക്കി. ഭഗത് സിംഗ്, ലാല ഹർദയാൽ, ഖുദ്റാം ബോസ്, ചന്ദ്രശേഖർ ആസാദ്. ആൻസർ വരുന്നത് ലാല ഹർദയാലാണ്. അടുത്തത്: 1961 സൈനിക നീക്കത്തിലൂടെ ഗോവ മോചിപ്പിച്ചപ്പോൾ പ്രതിരോധ വകുപ്പിൻ്റെ ചുമതല ഉള്ള മന്ത്രി ആരായിരുന്നു? സൈനിക നീക്കത്തിലൂടെ ഗോവ മോചിപ്പിച്ചപ്പോൾ? കൃഷ്ണമാചാരി, കൃഷ്ണ മേനോൻ, VP മേനോൻ, KM മുൻഷി. ആൻസർ വരുന്നത് VK കൃഷ്ണമേനോനാണ്. ഓക്കെ. ഗോവ മോചിപ്പിച്ചപ്പോൾ, ഗോവ മോചനത്തിൻ്റെ ടൈമിൽ
ഉണ്ടായിരുന്ന പ്രതിരോധ മന്ത്രിയായിരുന്നു വി കെ കൃഷ്ണമേനോൻ. അടുത്ത ദുർഗേശ് നന്ദിനി എന്ന ചരിത്ര നോവൽ എഴുതിയത് ആരാണ്? ബങ്കിം ചന്ദ്ര ചാറ്റർജി, രവീന്ദ്രനാഥ് ടാഗോർ, അരവിന്ദ് ഘോഷ്, തൃപ്തി ദേശായി. ഏതാ പറഞ്ഞത്? ദുർഗേശ് നന്ദിനി എന്ന നോവൽ എഴുതിയിരിക്കുന്നത് ബങ്കിം ചന്ദ്ര ചാറ്റർജിയാണ്. ഓക്കെ, ഇതിൽ നമുക്ക് അടുത്ത ക്വസ്റ്റ്യനിലോട്ട് പോകാം. ഭാഷാടിസ്ഥാനത്തിൽ രൂപീകരിക്കപ്പെട്ട ആദ്യ സംസ്ഥാനമായ ആന്ധ്രാപ്രദേശ് നിങ്ങൾക്കറിയാം 1956 നിലവിൽ വന്നത്. അപ്പോൾ 1953 സ്റ്റേറ്റ് റീഓർഗനൈസേഷൻ ആക്ട് പ്രകാരം 1956 ആന്ധ്രാപ്രദേശ് നിലവിൽ വന്നത്. ഇന്ത്യയിലെ ഉൾനാടൻ ജലഗതാഗത അതോറിറ്റിയുടെ ആസ്ഥാനം എവിടെയാണ്? ഇന്ത്യയിലെ ഉൾനാടൻ ജലഗതാഗത അതോറിറ്റിയുടെ ആസ്ഥാനം വരുന്നത് നോയിഡയാണ്. ഇന്ത്യയിലെ ഉൾനാടൻ ജലഗതാഗത അതോറിറ്റിയുടെ ആസ്ഥാനം നോയിഡ. രണ്ടാം പഞ്ചവത്സര പദ്ധതി ഊന്നൽ നൽകിയ മേഖല ഏതാണ്? കൃഷിയാണോ, ജലസേചനമാണോ, ആരോഗ്യമാണോ, വ്യവസായമാണോ? കൃഷി ജലസേചനമൊക്കെ ആദ്യത്തെ അല്ലേ? ആൻസർ വരുന്നത് വ്യവസായമാണ് കേട്ടോ. മലയാള സർവകലാശാലയുടെ ആദ്യ വൈസ് ചാൻസലർ ആരാണ്? മലയാള സർവകലാശാലയുടെ ആദ്യ വൈസ് ചാൻസലർ എന്ന് പറഞ്ഞത് കെ ജയകുമാറാണ് കേട്ടോ. മലയാള സർവകലാശാലയുടെ ആദ്യ വൈസ് ചാൻസലറാണ് കെ ജയകുമാർ. വേലുത്തമ്പി ദളവയുടെ അന്ത്യം കൊണ്ട് പ്രസിദ്ധമായ സ്ഥലം, അവിടെ ഒരു ക്ഷേത്രമൊക്കെ ഉണ്ട്, പത്തനംതിട്ടയിലാണ്. വേലുത്തമ്പി ദളവയുടെ അന്ത്യം കൊണ്ട് പ്രസിദ്ധമായ സ്ഥലം ഏതാണ് ക്ഷേത്രം, അല്ലെങ്കിൽ ഏതാണ് സ്ഥലം? മണ്ണടിയാണ് ആ സ്ഥലം വരുന്നത്. പിന്നെ സൈലൻറ്റ് വാലിയെ ദേശീയോദ്യാനമായി പ്രഖ്യാപിച്ച വർഷം 72, 78, 76, 84. 78 ഇരവികുളത്തിൻ്റെ വർഷമാണ്. അത് കഴിഞ്ഞിട്ടാണ് സൈലൻറ്റ് വാലി വരുന്നത്. അപ്പോൾ ഏതായിരിക്കും? 1984. ഓക്കെ. പൂക്കോട് തടാകം സ്ഥിതി ചെയ്യുന്ന ജില്ല ഏതാണ്? പൂക്കോട് എവിടെയാണ്? പൂക്കോട് തടാകം വയനാടാണ് കേട്ടോ. ചെന്തുരുണി വന്യജീവി സങ്കേതം, മരത്തിൻ്റെ പേരിൽ അറിയപ്പെടുന്ന വന്യജീവി സങ്കേതം ചെന്തുരുണി, എല്ലാവർക്കും അറിയായിരിക്കും. കൊല്ലമാണ് ആൻസർ വരുന്നത്. മലബാറിലെ ആദ്യ ജലവൈദ്യുത പദ്ധതി ഏതാണ്? കുറ്റ്യാടി. ആദ്യ ജലവൈദ്യുത പദ്ധതി മലബാറിലെ ഏതാണ്? കുറ്റ്യാടിയാണ് കേട്ടോ. അപ്പോൾ അടുത്ത ക്വസ്റ്റ്യനിലോട്ട് പോകാം. തമിഴ്നാട്ടിലെ ആനമലയിൽ നിന്ന് ഉത്ഭവിക്കുന്ന നദി ഏത്? ഭാരതപ്പുഴയാണ് തമിഴ്നാട്ടിലെ ആനമലയിൽ നിന്ന് ഉത്ഭവിക്കുന്ന നദി. അടുത്തത് കേരള ഫിഷറീസ് കോർപ്പറേഷൻ്റെ ആസ്ഥാനം എവിടെയാണ്? ആ ക്വസ്റ്റ്യൻ വന്നിട്ട് ഡിലീറ്റഡ് ക്വസ്റ്റ്യനാണ്, അതുകൊണ്ട് തന്നെ അത് നമുക്ക് നോക്കണ്ട. അടുത്തത് സർവ്വവിദ്യാധിരാജൻ എന്നറിയപ്പെടുന്നത് ആരാണ്? സർവ്വവിദ്യാധിരാജൻ? ചട്ടമ്പി സ്വാമികളാണ് കേട്ടോ. മിശ്രഭോജനം നടത്തിയ മഹാൻ ആരാണ്? മിശ്രഭോജനം നടത്തിയ മഹാത്മാവ് ആരാണ്? ആൻസർ അയ്യങ്കാളിയാണ്. മിശ്രഭോജനം നടത്തിയത് അയ്യങ്കാളിയാണ്. ശ്രീലങ്കൻ തപാൽ സ്റ്റാമ്പിൽ പ്രത്യക്ഷപ്പെട്ട ആദ്യ മലയാളി ആരാണ്? എല്ലാവർക്കും അറിയാമല്ലോ. ശ്രീലങ്കൻ തപാൽ സ്റ്റാമ്പിൽ പ്രത്യക്ഷപ്പെട്ട ആരാണ്? ശ്രീനാരായണ ഗുരുവാണ്. കേരളത്തിൽ ഏറ്റവും കുറച്ച് വില്ലേജുകളുള്ള താലൂക്കാണ് ഏതാണ്? ഏറ്റവും കുറച്ച് വില്ലേജുകളുള്ള താലൂക്ക് കുന്നത്തൂറാണ് ആൻസർ വരുന്നത് കേട്ടോ. കുന്നത്തൂറാണ് ആൻസർ വരുന്നത്. ലോക അത്ലറ്റിക് ചാമ്പ്യൻഷിപ്പിൽ മെഡൽ നേടിയ ഏക ഇന്ത്യൻ താരം ഏതാണ്? ലോക അത്ലറ്റിക് ചാമ്പ്യൻഷിപ്പിൽ മെഡൽ നേടിയ ഏക ഇന്ത്യൻ താരം ആൻസർ വരുന്നത് അഞ്ജു ബോബി ജോർജാണ്. ലോക അത്ലറ്റിക് ചാമ്പ്യൻഷിപ്പിൽ മെഡൽ നേടിയ ഏക ഇന്ത്യൻ താരമാണ് അഞ്ജു ബോബി ജോർജ്. വി ടി ഭട്ടതിരിപ്പാട് പരിഷ്കരണ പ്രവർത്തനം നടത്തിയ കേരളീയ സമുദായം. വി ടി ഭട്ടതിരിപ്പാട് പേര് കേൾക്കുമ്പോൾ തന്നെ അറിയാം. ഭട്ടതിരിപ്പാട് എന്ന് പറയുമ്പോഴത്തേക്ക് ഏതായിരിക്കും? നമ്പൂതിരി അല്ലേ. ഗാന്ധിജി വൈക്കത്തെത്തിയ വർഷം എന്നായിരുന്നു? ഗാന്ധിജി വൈക്കത്തെത്തിയത്? ഗാന്ധിജി വൈക്കത്തെത്തുന്നത് വൈക്കം സത്യാഗ്രഹമായിട്ട് ബന്ധപ്പെട്ടാണല്ലോ. അപ്പോൾ വൈക്കം സത്യാഗ്രഹത്തിൻ്റെ വർഷം ഓർത്താൽ മതി. എന്നായിരുന്നു വൈക്കം സത്യാഗ്രഹം? വൈക്കം സത്യാഗ്രഹമായിട്ട് ബന്ധപ്പെട്ട് വൈക്കം സത്യാഗ്രഹത്തിൻ്റെ വർഷമല്ല, 1925, 24 വൈക്കം സത്യാഗ്രഹം ആരംഭിക്കുന്നത്. 25 ഗാന്ധിജി വൈക്കത്തെത്തുന്നത്. ഓക്കെ, അടുത്ത് നോക്കാം. കേരള ഗാന്ധി എന്ന അപരനാമത്തിൽ അറിയപ്പെടുന്നത് കെ കേളപ്പനാണ്. കേരള ഗാന്ധി എന്ന അപരനാമത്തിൽ അറിയപ്പെടുന്നത് കെ കേളപ്പൻ. അടുത്തത് വൈക്കം സത്യാഗ്രഹത്തോടനുബന്ധിച്ച് സവർണജാഥ നയിച്ചത് ആരാണ്? അറിയാമല്ലോ സവർണജാഥ നയിച്ചത് മന്നത്ത് പത്മനാഭനാണ്. ആരുടെ നേതൃത്വത്തിലാണ് ഹോം റൂൾ ലീഗിൻ്റെ ഒരു ശാഖ 1916 മലബാറിൽ ആരംഭിച്ചത്? ഹോം റൂൾ ലീഗിൻ്റെ ശാഖ മലബാറിൽ ആരംഭിച്ചത് KP കേശവമേനോൻ്റെ നേതൃത്വത്തിലാണ്. അടുത്തത് ഇന്ത്യൻ നാഷണൽ കോൺഗ്രസിൻ്റെ അമരാവതി സമ്മേളനത്തിന് അധ്യക്ഷത വഹിച്ച മലയാളി ആരാണ്? സി ശങ്കരൻ നായരാണ് ഇന്ത്യൻ നാഷണൽ കോൺഗ്രസിൻ്റെ അമരാവതി സമ്മേളനത്തിന് അധ്യക്ഷത വഹിച്ച മലയാളി. ഓക്കെ, ഇന്ത്യൻ നാഷണൽ കോൺഗ്രസിൻ്റെ അമരാവതി സമ്മേളനത്തിന് അധ്യക്ഷത വഹിച്ച മലയാളിയാണ് സി ശങ്കരൻ നായർ. അയ്യങ്കാളി സ്മാരകം സ്ഥിതി ചെയ്യുന്നത് എവിടെയാണ്? അയ്യങ്കാളി സ്മാരകം സ്ഥിതി ചെയ്യുന്നത്
വെങ്ങാനൂരാണ്. അയ്യങ്കാളി സ്മാരകം എവിടെയാണ്? വെങ്ങാനൂരാണ് സ്ഥിതി ചെയ്യുന്നത്. അപ്പോൾ നിങ്ങളുടെ എൻ്റെ ചാനൽ ആദ്യമായിട്ടാണ് കാണുന്നതെങ്കിൽ നിങ്ങൾ സബ്സ്ക്രൈബ് ചെയ്യുക, അതേപോലെ കമൻറ്റ് ചെയ്യുക. എന്തെങ്കിലും ഡൗട്ട്സ് ഒക്കെ ഉണ്ടെങ്കിൽ നിങ്ങൾ കമൻറ്റ് ചെയ്യുക. അതേപോലെ നിങ്ങളുടെ ഫ്രണ്ട്സിന് LGS ഒക്കെ പ്രിപ്പയർ ചെയ്യുന്ന ഫ്രണ്ട്സിന് വേണ്ടിയിട്ട് ഈ വീഡിയോ ഷെയർ ചെയ്യാനായിട്ട് മറക്കരുത്. ഓക്കെ, അപ്പോഴത്തേക്ക് നമുക്ക് അടുത്ത ക്വസ്റ്റിനോട്ട് പോകാം. ഇന്ത്യയിൽ ഫ്ലാഗ് കോഡ് നിലവിൽ വന്നത് എന്നാണ്? അത് ഫ്ലാഗ് എന്നാണ് എഴുതിയേക്കുന്നത്, ഫ്ലാഗ് എന്നാണ് കേട്ടോ. അപ്പോൾ ഇന്ത്യയിൽ ഫ്ലാഗ് കോഡ് നിലവിൽ വന്നത് എന്നാണെന്നാണ് ക്വസ്റ്റ്യൻ. അത് 2002 ജനുവരി 26 ഇന്ത്യയിൽ ഫ്ലാഗ് കോഡ് നിലവിൽ വന്നത്. ഓക്കെ, കണക്റ്റിംഗ് ഇന്ത്യ താഴെ പറയുന്നതിൽ എന്തുമായി ബന്ധപ്പെട്ടിരിക്കുന്നു? കണക്റ്റിംഗ് ഇന്ത്യ BSNL ബന്ധപ്പെട്ടിരിക്കുന്നു. BSNL കണക്റ്റിംഗ് ഇന്ത്യ എന്നൊക്കെ പറയേണ്ട പരസ്യം കണ്ടിട്ടില്ല. അപ്പോൾ BSNLൻ്റെ ആപ്തവാക്യമാണ് കണക്റ്റിംഗ് ഇന്ത്യ. അടുത്തത്, ജനഗണമനയെ ഇന്ത്യയുടെ ദേശീയ ഗാനമായി അംഗീകരിച്ചത് എന്നാണ്? ആൻസർ 1950 ജനുവരി 24. ജനഗണമനയെ ഇന്ത്യയുടെ ദേശീയ ഗാനമായി അംഗീകരിച്ചത് 1950 ജനുവരി 24. അടുത്ത ക്വസ്റ്റ്യനിലോട്ട് പോകാം. മൗലികാവകാശങ്ങളെക്കുറിച്ച് പ്രതിപാദിക്കുന്ന ഭരണഘടനയിലെ ഭാഗം. മൗലികാവകാശങ്ങൾ ഏതാണ്? 2 1 4 3? ആൻസർ 3. മൗലികാവകാശങ്ങൾ ഭാഗം 3 കേട്ടോ. അപ്പോൾ മൗലിക കടമകൾ 4A ആണ് കേട്ടോ, അതുപോലെ ഒന്ന് ഓർത്ത് വെച്ചേക്കുക. അപ്പോൾ മൗലികാവകാശങ്ങൾ ഏതാണ്? ഭാഗം 3. മൗലിക ചുമതലകൾ ഭരണഘടനയിൽ ഉൾപ്പെടുത്തിയത് ഏത് ഭേദഗതി? മൗലിക ചുമതലകൾ ഫണ്ടമെൻ്റൽ ഡ്യൂട്ടീസ് അല്ലേ, ഫണ്ടമെൻ്റൽ ഡ്യൂട്ടീസ് ഉൾപ്പെടുത്തിയത് ഏത് ഭരണഘടനാ ഭേദഗതി പ്രകാരമാണ്? 42-ാം ഭേദഗതി. ഇന്ത്യയിൽ മൗലികാവകാശങ്ങളുടെ എണ്ണം എത്രയാണ്? മൗലികാവകാശങ്ങളുടെ എണ്ണം 6. നേരത്തെ 7 അല്ലേ. ഇപ്പോൾ സ്വത്തവകാശം മൗലികാവകാശം അല്ലാതായിട്ട് മാറി. സ്വത്തവകാശം 300A മാറി. ഓക്കെ, അപ്പോൾ അത് മൗലികാവകാശം അല്ല. ഇപ്പോൾ സ്വത്തവകാശം മൗലികാവകാശം അല്ല. ഇപ്പോൾ 6 മൗലികാവകാശങ്ങളാണ് ഉണ്ടായിരുന്നത്, നേരത്തെ 7. അടുത്തത്, കേരളത്തിലെ മുഖ്യ വിവരാവകാശ കമ്മീഷണർ ആരായിരുന്നു? അതിൽ ചേഞ്ച് ഉണ്ട് ആ ക്വസ്റ്റ്യനിൽ. നേരത്തെ ഇത് പ്രകാരമാണ് അത് വന്നേക്കുന്നത്. നമുക്കതിൻ്റെ പിന്നെ അപ്ഡേറ്റ് ചെയ്യാം. ദേശീയ മനുഷ്യാവകാശ കമ്മീഷനെ നിയമിക്കുന്നത് ആര്? ദേശീയ മനുഷ്യാവകാശ കമ്മീഷനെ നിയമിക്കുന്നത് രാഷ്ട്രപതിയാണ്. ദേശീയ മനുഷ്യാവകാശ കമ്മീഷൻ നിയമിക്കുന്ന ആരാണ്? രാഷ്ട്രപതിയാണ്. 47ൻ്റെ ആൻസറായിട്ട് ഇപ്പോൾ ഹീർലാൽ സമേരിയാണ് വരുന്നത്. ഹീർലാൽ സമേരിയാണ് ഇപ്പോഴത്തെ മുഖ്യ വിവരാവകാശ കമ്മീഷണർ. അത് അന്നത്തെ ആൻസർ കീ പ്രകാരമാണ് വിൻസെൻ്റ് എംബോൾ എടുത്തിരുന്നത്. അപ്പോൾ ഹീർലാൽ സമേരിയാണ് കേട്ടോ. അപ്പോൾ 49, ഇന്ത്യയിൽ ലോക്സഭാ അംഗമായി തിരഞ്ഞെടുക്കാനുള്ള കുറഞ്ഞ പ്രായം ഏതാണ്? 35 വയസ്സാണ് ലോക്സഭാ അംഗമായി തിരഞ്ഞെടുക്കാനുള്ള കുറഞ്ഞ പ്രായം. ഏത് ഭാഷയിലാണ് വന്ദേമാതരം രചിക്കപ്പെട്ടിരിക്കുന്നത്? വന്ദേമാതരം രചിക്കപ്പെട്ടിരിക്കുന്ന ഭാഷ, ലോക്സഭാ അംഗത്തിന് കുറഞ്ഞ പ്രായം എന്ന് പറഞ്ഞാൽ 25 കേട്ടോ, 35 അല്ല 25. ഏത് ഭാഷയിലാണ് വന്ദേമാതരം രചിക്കപ്പെട്ടിരിക്കുന്നത്? ബംഗാളി ഭാഷയിലാണ് വന്ദേമാതരം രചിക്കപ്പെട്ടിരിക്കുന്നത്. വന്ദേമാതരം ഏത് ഭാഷയിലാണ്? ബംഗാളി ഭാഷ. ഓക്കെ, അപ്പോൾ നിങ്ങൾക്ക് കറക്റ്റായിട്ട് അറിയാം വന്ദേമാതരം കേൾക്കുമ്പോഴത്തേക്ക് അത് കറക്റ്റ് ഹിന്ദി അല്ല എന്നുള്ളത് നിങ്ങൾ അതൊന്ന് പാടി നോക്കുമ്പോൾ നിങ്ങൾക്ക് മനസ്സിലാവും. എങ്കിലും ഹിന്ദി കലർന്ന ഒരു ഭാഷ എന്നുള്ള രീതിക്ക് ബംഗാളി നിങ്ങൾക്ക് ഈസി ആയിട്ട് ഉത്തരത്തിലോട്ട് പോകാം. സംസ്കൃതമായിട്ടൊരു ബന്ധമില്ലാത്തൊരു രീതിയിലാണ് അത് വരുന്നത്. അപ്പോൾ ബംഗാളിയാണ് ആൻസർ വരുന്നത് കേട്ടോ. അപ്പോൾ ദക്ഷിണേന്ത്യൻ രാജ്യങ്ങൾക്കുള്ള സമ്മാനമായി ഇന്ത്യ വിക്ഷേപിച്ച ഉപഗ്രഹം ഏതാണ്? അത് GSAT 9. ദക്ഷിണേന്ത്യൻ രാജ്യങ്ങൾക്കായുള്ള സമ്മാനമായി ഇന്ത്യ വിക്ഷേപിച്ച ഉപഗ്രഹമാണ് GSAT 9. അടുത്തത്, 2015-16 മികച്ച ജില്ലാ പഞ്ചായത്ത്. അത് നമുക്ക് ആവശ്യമില്ല, അത് ഓൾഡ് കറണ്ട് അഫയേഴ്സാണ്. കൊല്ലമാണ് ആൻസർ. സ്വരാജ് ട്രോഫി 2015-16 കൊല്ലം. ഓക്കെ, അത് നമുക്ക് ആവശ്യമില്ല, പഴയ കറണ്ട് അഫയേഴ്സാണ്. അതേപോലെ ഈ 53ാമത്തെ ക്വസ്റ്റിന് നമുക്ക് ആവശ്യമില്ല. 2017 അന്താരാഷ്ട്ര പരിസ്ഥിതി ദിനാഘോഷത്തിൻ്റെ ആതിഥേയത്വം വഹിച്ച രാജ്യം കാനഡ. അതൊന്നും നമുക്കിനി ആവശ്യം വരില്ല, ഓൾഡ് കറണ്ട് അഫയേഴ്സാണ്. അപ്പോൾ 54 നോക്കാം. സംസ്ഥാന ഭരണപരിഷ്കാര കമ്മീഷൻ്റെ ചെയർമാനായിരുന്നു ആരായിരുന്നു? അത് VS അച്യുതാനന്ദനായിരുന്നു. പിന്നെ ഈ ഒരു ക്വസ്റ്റ്യൻസ് ഒന്നും നമുക്ക് ആവശ്യം വരുന്നില്ല. പിന്നെ നമുക്ക് ഇതൊക്കെ ചേഞ്ച് ഉണ്ടാവാം. അതുകൊണ്ട് തന്നെ നമുക്ക് താഴോട്ട് പോകാനായിട്ട് 59ാമത്തെ ക്വസ്റ്റ്യൻ ചെയ്യാം. സർക്കാർ ആശുപത്രികളുടെ നവീകരണത്തിനായി കേരള സർക്കാർ നടപ്പിലാക്കിയ പദ്ധതി ഏതാണ്? ആൻസർ ആർദ്രമാണ്. സർക്കാർ ആശുപത്രികളുടെ നവീകരണത്തിനായി കേരള സർക്കാർ നടപ്പിലാക്കിയ പദ്ധതിയാണ് ആർദ്രം. അടുത്ത ക്വസ്റ്റ്യനും ഓൾഡ് കറണ്ട് അഫയേഴ്സാണ്, അതും നമുക്ക് ആവശ്യമില്ല. ക്വസ്റ്റ്യൻ ഇതാണ്: 2017 അണ്ടർ-17 ഫുട്ബോൾ വേൾഡ് കപ്പിന് വേദിയായി തിരഞ്ഞെടുത്ത രാജ്യമാണ്. അത് ഇന്ത്യയായിരുന്നു. അണ്ടർ-17 ഫുട്ബോൾ വേൾഡ് കപ്പ് 2017 ഇനി നമുക്ക് ആവശ്യമില്ലാത്ത കാര്യമാണ്. അടുത്ത നോക്കാം, സസ്യങ്ങളിലെ ശ്വസനവാതകം. സസ്യങ്ങൾ ശ്വസിക്കുന്നത് ഓക്സിജനാണ്. ഓക്കെ, നമ്മൾ ശ്വസിക്കുന്നത് എന്താണ്? നമ്മൾ ശ്വസിക്കുന്നത് ഓക്സിജൻ തന്നെയാണ്. സസ്യങ്ങളുടെ ശ്വസനവാതകം ഓക്സിജൻ തന്നെയാണ്. ഓക്കെ, ജീർണിച്ച ജൈവാവശിഷ്ടങ്ങളിൽ നിന്നും പോഷണം നടത്തുന്ന സസ്യമാണ് മോണോട്രോപ്പ. ജീർണിച്ച ജൈവാവശിഷ്ടങ്ങളിൽ നിന്നും പോഷണം നടത്തുന്ന സസ്യമാണ് മോണോട്രോപ്പ.
അടുത്തത് സങ്കര ഇനം വെണ്ട ഏതാണ് എന്നുള്ളതാണ് അടുത്ത ക്വസ്റ്റ്യൻ. വെണ്ടയുടെ സങ്കര ഇനം, ഇതൊക്കെ ചോദിക്കാവുന്ന ക്വസ്റ്റ്യൻസാണ്. ഇതാണ് സൽകീർത്തിയാണ് സങ്കര ഇനം വെണ്ട. റൈസോബിയം ബാക്ടീരിയ കാണപ്പെടുന്ന സസ്യയിനം ഏതാണ്? റൈസോബിയം എവിടെയാണ്? മുതിര. സാധാരണ ഈ റൈസോബിയം ബാക്ടീരിയ എന്ന് പറയുന്നത് നമ്മുടെ പയർ വർഗ്ഗങ്ങളിലാണ് കാണപ്പെടുന്നത്. പൾസസിൻ്റെയൊക്കെയാണ് സാധാരണ റൈസോബിയം കാണപ്പെടുന്നത്. അപ്പോൾ മുതിരയാണ് താഴത്തെ പയർവർഗ്ഗങ്ങളിൽ പെട്ടിട്ടുള്ള ഒരു സാധനം. ഓക്കെ. വെള്ളത്തിൽ ലയിക്കുന്ന വൈറ്റമിൻ ഏതാണ്? വെള്ളത്തിൽ ലയിപ്പിക്കുന്നത് ബിയും സിയും ആണ് കേട്ടോ. അപ്പോൾ ബിയും സിയും വെള്ളത്തിൽ ലയിക്കുന്നതാണ്. അഡക്ക്, ADEK. അഡക്ക് വരുന്നത് ഫാറ്റിലാണ് ലയിക്കുന്നത്, കൊഴുപ്പിൽ ലയിക്കുന്നത് ADEK അടക്കാണ്. അപ്പോൾ വെള്ളത്തിൽ ലയിക്കുന്നത് വൈറ്റമിൻ സി. സസ്യങ്ങളുടെ വേര്, ഇല, തണ്ട് തുടങ്ങിയ ഭാഗങ്ങളിൽ നിന്ന് പുതിയ തൈച്ചെടികൾ ഉണ്ടാകുന്ന രീതി, അത് ഏതാണ് ആൻസർ വരുന്നത്? കായിക പ്രജനനം, വെജിറ്റേറ്റീവ് പ്രൊപ്പഗേഷൻ എന്ന് പറയും. അതായത് വേരിൽ നിന്നും തണ്ടിൽ നിന്നും ഇലയിൽ നിന്നൊക്കെ വേറെ പുതിയ ചെടിയൊക്കെ മുളച്ച് വരും. ഇലയിൽ നിന്നൊക്കെ ചെടിയൊക്കെ മുളച്ച് വരുന്നതാണ് കായിക പ്രജനനം അല്ലെങ്കിൽ വെജിറ്റേറ്റീവ് പ്രൊപ്പഗേഷൻ. മനുഷ്യശരീരത്തിൽ പ്രധാന വിസർജനാവയവം ഏതാണ്? പ്രധാന വിസർജനാവയവം ഏതാണ് ശരീരത്തിൽ? വൃക്കയാണ് കേട്ടോ. പ്രധാനമായിട്ട് വിസർജനത്തിന് സഹായിക്കുന്നത് വൃക്കയാണ്. കരളൊന്നുമല്ല, വൃക്കയാണ് ഏറ്റവും കൂടുതൽ വിസർജനത്തിന് സഹായിക്കുന്നത്. ദഹന വ്യവസ്ഥയുടെ ഏത് ഭാഗത്താണ് ആഹാരത്തിൻ്റെ ദഹന പ്രക്രിയ പൂർത്തിയാകുന്നത്? എവിടെ വെച്ചാണ് ദഹന പ്രക്രിയ പൂർത്തിയാകുന്നത്? ചെറുകുടലിൽ വെച്ചിട്ടാണ് ദഹന പ്രക്രിയ പൂർത്തിയാകുന്നത്. വൻകുടലിൽ വലിയ ദഹനവും കാര്യങ്ങളൊന്നും നടക്കുന്നില്ല. അതുകൊണ്ട് തന്നെ ചെറുകുടലാണ് മെയിനായിട്ട് ദഹന പ്രക്രിയ പൂർത്തിയാകുന്നത്. വായിൽ തുടങ്ങും, ആമാശയത്തിൽ തുടരും, ചെറുകുടലിൽ വെച്ച് ഏകദേശം നല്ല രീതിയിൽ പൂർത്തിയാകും. ചെറുകുടലാണ് ആൻസർ കേട്ടോ. അടുത്തത് കേന്ദ്ര തോട്ടവിള ഗവേഷണ കേന്ദ്രം എവിടെയാണ്? കാസർഗോഡ്. എല്ലാവർക്കും അറിയാവുന്നതാണ് കേന്ദ്ര തോട്ടവിള ഗവേഷണ കേന്ദ്രം കാസർഗോഡാണ്. ശരീരത്തിൽ ആവശ്യമായ ജലം നിലനിർത്തുന്നതിന് സഹായിക്കുന്ന ധാതു ലവണം ഏതാണ്? ആവശ്യത്തിന് ജലം നിലനിർത്താൻ സഹായിക്കുന്നത് ഏതാണ്? സോഡിയമാണ്. സോഡിയം ശരീരത്തിൽ ജലം നിലനിർത്താൻ സഹായിക്കുന്ന ധാതു ലവണം. നമ്മൾ ഈ ചൂട് കാലത്തൊക്കെ നമ്മൾ പുറത്തോട്ടൊക്കെ പോകുമ്പോൾ ശരിക്കും വെള്ളം ശരീരത്തിൽ നിന്ന് പോകുമ്പോഴത്തേക്ക് സോഡിയമൊക്കെ ചേർന്ന, സോഡിയം പൊട്ടാസ്യമൊക്കെ ഉള്ള എന്തെങ്കിലും ഒരു ഡ്രിങ്ക് കുടിക്കണമെന്നാണ് പറയുന്നത്. നമ്മൾ സാധാ വെള്ളം മാത്രം കുടിച്ചിട്ട് കാര്യമില്ല എന്നൊക്കെ നമ്മൾ വീഡിയോയിലൊക്കെ കാണാറുള്ളതാണ്. അതേപോലെ സോഡിയമൊക്കെ ശരീരത്തിൽ നിന്ന് നശിച്ചു പോകും വിയർക്കുമ്പോഴത്തേക്ക്. അപ്പോൾ സോഡിയമൊക്കെ തിരിച്ച് കിട്ടാനുള്ള ഫുഡ്, വെള്ളം ഒക്കെ നിങ്ങൾക്ക് കുടിക്കാം. ഉദാഹരണത്തിന് നിങ്ങൾക്ക് ഈ നാരങ്ങ വെള്ളമോ അങ്ങനെയുള്ളതൊക്കെ നിങ്ങൾക്ക് യൂസ് ചെയ്യില്ലെങ്കിൽ ഇളനീരൊക്കെ നിങ്ങൾക്ക് കുടിക്കുന്നത് നല്ലതായിരിക്കും പുറത്തൊക്കെ പോകുമ്പോഴത്തേക്ക്. ഓക്കെ. അപ്പോൾ സോഡിയമാണ് ശരീരത്തിൽ ആവശ്യത്തിന് ജലം നിലനിർത്താനായിട്ട് സഹായിക്കുന്നത്. അപ്പോൾ അടുത്തത് മൂലകങ്ങളുടെ വർഗീകരണവുമായി ബന്ധപ്പെട്ട തൃകങ്ങൾ എന്ന ആശയം മുന്നോട്ട് വെച്ചത്, അതായത് ട്രയാഡ്സ് എന്ന് പറഞ്ഞ ആശയങ്ങൾ മുന്നോട്ട് വെച്ചത് ഡോബറിനറാണ് കേട്ടോ. ഡോബറിനറാണ് ട്രയാഡ്സ് അല്ലെങ്കിൽ തൃകങ്ങൾ എന്ന ആശയം മുന്നോട്ട് വെച്ചത് മൂലകങ്ങളുടെ വർഗീകരണവുമായി ബന്ധപ്പെട്ട്. അതായത് 3 മൂലകങ്ങൾ ഒരു ഗ്രൂപ്പായിട്ട് തിരിച്ചതാണ് ഈ തൃകങ്ങൾ എന്ന് പറയുന്നത്. അതായത് ഇപ്പോൾ ലിഥിയം, സോഡിയം, പൊട്ടാസ്യം ഒരു ഗ്രൂപ്പ്, അങ്ങനെ 3 എന്നുള്ള ഗ്രൂപ്പിൽ കൊണ്ടുപോയി. ലിഥിയവും സോഡിയം, പൊട്ടാസ്യം ഒക്കെ ഒരു ഗ്രൂപ്പിൽ വരുന്നു. അങ്ങനെ 3 എലമെൻറ്റുകളായിട്ടുള്ള ഗ്രൂപ്പിൽ ഡോബറിനർ ഇങ്ങനെ പല സാധനങ്ങളെ, പല എലമെൻറ്റുകളെ പുള്ളി ഗ്രൂപ്പ് ചെയ്തു. ബലത്തിൻ്റെ യൂണിറ്റ് ഏതാണ്? അടുത്ത ക്വസ്റ്റ്യൻ, 72ാമത്തെ ക്വസ്റ്റ്യൻ. ബലത്തിൻ്റെ യൂണിറ്റ് ന്യൂട്ടനാണ്. സംശയം വേണ്ട, ബലത്തിൻ്റെ യൂണിറ്റ് ന്യൂട്ടനാണ്. ഇരുമ്പിൻ്റെ അയിര് ഏതാണ്? ഇരുമ്പിൻ്റെ അയിര് എന്ന് പറയുന്നത് ഹേമറ്റൈറ്റ് ആണ്. ഓക്കെ. ഇരുമ്പിൻ്റെ അയിര് ഹേമറ്റൈറ്റ് ആണ്. ബോക്സൈറ്റ് അലൂമിനിയത്തിൻ്റെ അയിരാണ്. ഇലുമിനേറ്റും മോണസൈറ്റും ഒക്കെ തോറിയത്തിൻ്റെ ഒക്കെ അയിരാണ്. അടുത്തത് സൗരയൂഥത്തിലെ ഏറ്റവും വലിയ ഗ്രഹം ഏതാണ്? വ്യാഴമാണ് ഏറ്റവും വലിയ ഗ്രഹം. വ്യാഴമാണ് സൗരയൂഥത്തിലെ ഏറ്റവും വലിയ ഗ്രഹം. ജൂപ്പിറ്റർ. 75 ആറ്റത്തിലെ പോസിറ്റീവ് ചാർജുള്ള കണം ഏതാണ്? പോസിറ്റീവ് പ്രോട്ടോൺ. അതിൽ തന്നെയുണ്ട് പോസിറ്റീവ് പ്രോട്ടോൺ. പി, രണ്ടിലും പി ഉണ്ടല്ലേ. ആറ്റത്തിലെ പോസിറ്റീവ് ചാർജുള്ള കണം പ്രോട്ടോൺ. ഇലക്ട്രോണിന് നെഗറ്റീവ് ചാർജ്, ന്യൂട്രോൺ ചാർജ് ഇല്ല, ന്യൂട്രലാണെന്നൊക്കെ അറിയാം. ന്യൂട്രീനോ എന്ന് പറയുന്നത് മറ്റൊരു അടിസ്ഥാന കണമാണ്. ഓക്കെ. അപ്പോൾ ഇത്രയും കാര്യങ്ങളാണ്. ഓക്സിജൻ കണ്ടുപിടിച്ച ശാസ്ത്രജ്ഞനാണ് അടുത്തത്. ജോസഫ് പ്രീസ്ലിയാണ് ഓക്സിജൻ കണ്ടെത്തിയത്. ഓക്കെ. അപ്പോൾ ന്യൂക്ലിയസ് കണ്ടെത്തിയത് ഓപ്ഷൻ ഡി ആയിട്ട് കിടക്കുന്ന റൂദർഫോർഡ് ന്യൂക്ലിയസ് കണ്ടുപിടിച്ചിട്ടുണ്ട്. അപ്പോൾ ക്ലോറിൻ കണ്ടുപിടിച്ചത് കാൾ ഷിലെയാണ്, ഓപ്ഷൻ സിയിൽ കിടക്കുന്നത്. അങ്ങനെയുള്ള കുറച്ച് കാര്യങ്ങൾ അഡീഷണൽ പോയിൻറ്റ്സ് അതിന് കിട്ടാം. പിന്നെ പ്രാഥമിക വർണ്ണമല്ലാത്തത് ഏത് എന്നുള്ളതാണ് അടുത്ത ക്വസ്റ്റ്യൻ. അതിന് ആൻസർ വരുന്നത് മഞ്ഞയാണ്. ഓക്കെ. പ്രാഥമിക വർണ്ണം അല്ലാത്തത് മഞ്ഞ. അതായത് പച്ച, നീല, ചുവപ്പാണ് പ്രാഥമിക വർണ്ണങ്ങൾ. പ്രാഥമിക വർണ്ണങ്ങൾ പച്ച, നീല, ചുവപ്പാണ്. ഓക്കെ. അടുത്തത് സാധാരണ ഊഷ്മാവിൽ വായുവിൽ ശബ്ദത്തിൻ്റെ വേഗം എന്ന് പറഞ്ഞത് 340 മീറ്റർ/സെക്കൻഡ്. അത് ഊഷ്മാവ് കൂടുന്നതനുസരിച്ച് വ്യത്യാസം വരും. ഓക്കെ. അടുത്തത് ഒരു പദാർത്ഥത്തിലെ തന്മാത്രകളുടെ ആകെ ഗതികോർജ്ജത്തിൻ്റെ അളവാണ് എന്ത് വരുന്നത്? താപനില കേട്ടോ.
ഒരു പദാർത്ഥത്തിലെ തന്മാത്രത്തിലെ ആകെ ഗതികോർജ്ജത്തിൻ്റെ അളവാണ്. താപനിലയാണ് വരുന്നത് കേട്ടോ, താപമല്ല, താപനിലയാണ് ആൻസർ വരുന്നത്. ടെമ്പറേച്ചറാണ് ആൻസർ കേട്ടോ, താപമല്ല. അപ്പോൾ അതിൻ്റെ ആൻസർ വരുന്നത് താപനിലയാണ്. ഒരു പദാർത്ഥത്തിലെ തന്മാത്രകളുടെ ആകെ ഗതികോർജ്ജത്തിൻ്റെ അളവാണ് താപനിലയാണ് വരേണ്ടത്. അടുത്തത്, രാസോർജം വൈദ്യുതോർജ്ജമാക്കി മാറ്റുന്ന ഒരു ഉപകരണം ഏത്? രാസോർജം വൈദ്യുതോർജ്ജം, അതായത് കെമിക്കൽ എനർജി ഇലക്ട്രിക് എനർജിയാക്കി മാറ്റുന്ന എന്തുവാണ്? ഓക്കെ, ഓപ്ഷൻ എ കിടക്കുന്നത് മോട്ടറാണ്. ഓപ്ഷൻ സി ബാറ്ററി. ഓപ്ഷൻ സി ബാറ്ററിയാണ് അതിൻ്റെ കറക്റ്റ് ആൻസർ. അതായത് ബാറ്ററിയിൽ കെമിക്കൽസ് ഉണ്ട്, രാസപദാർത്ഥമുണ്ട്, അത് വൈദ്യുതോർജ്ജമായിട്ട് മാറ്റും. ഓക്കെ, അതാണ് രാസോർജ്ജം വൈദ്യുതോർജ്ജമാക്കി മാറ്റുന്ന ഒരു ഉപകരണത്തിന് ഉദാഹരണം. ബൾബിനകത്ത് സംഭവിക്കുന്നത് വൈദ്യുതോർജ്ജം എന്തായിട്ട് മാറും? വൈദ്യുതോർജ്ജം പ്രകാശോർജ്ജവും ഹീറ്റുമായിട്ട് മാറും. പ്രകാശോർജ്ജം ലൈറ്റും പിന്നെ ഹീറ്റുമായിട്ട് മാറും, ഹീറ്റ്. ഓക്കെ, അപ്പോൾ ഇത്രയും കാര്യങ്ങളാണ് നമുക്ക് പഠിക്കാനുള്ളത്. ഓക്കെ, അപ്പോൾ ഇതേപോലെയുള്ള യൂസ്ഫുൾ ആയിട്ടുള്ള മറ്റ് ക്ലാസ്സുകളായിട്ട് നമുക്ക് വീണ്ടും കാണാം. അപ്പോൾ എന്തായാലും നമുക്കിനി ഇതേപോലെ പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യൻസ് ഇടയ്ക്കിടയ്ക്ക് ഇങ്ങനെ ചെയ്ത് നോക്കാം. പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യൻസ് ചെയ്യും തോറും ഞാൻ കഴിഞ്ഞ വീഡിയോയിൽ പറഞ്ഞ പോലെ നമുക്ക് കൂടുതൽ ഉപകാരപ്രദമാവും. ഓക്കെ, അപ്പോൾ എന്തായാലും ചാനൽ നിങ്ങൾ സബ്സ്ക്രൈബ് ചെയ്യുന്ന കാര്യം നിങ്ങൾ പരിഗണിക്കുക. അപ്പോൾ ഇതേപോലെ കൂടുതൽ വീഡിയോസ് ഇടാനും കണ്ടൻസ് കൂടുതൽ വരാനും ഒക്കെ നമുക്ക് അത് സഹായകരമാവും. അപ്പോൾ എന്തായാലും നമുക്ക് അടുത്ത വീഡിയോയിൽ വീണ്ടും കാണാം. ഓക്കെ, ബൈ.